ഹലോ ഗൈസ്, വെൽക്കം ടു യമീൻ അക്വേറിയം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഫിഷാണ് പർപ്പിൾ ചെല ഫിഷ്. ഇതൊരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഫിഷാണ്. ഇത് കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇടാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫിഷാണ്. അതുപോലെ തന്നെ പ്ലാന്റ് ടാങ്കിൽ ഇടാൻ പറ്റിയ ഒരു നല്ലൊരു ഫിഷാണ്. കൂടുതലായിട്ടും കാണുന്നത് ടാങ്കിൻ്റെ മിഡ് ഏരിയ അല്ലെങ്കിൽ ടോപ്പ് ഏരിയയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് എല്ലാത്തരം ഫുഡും കഴിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ കൂടുതൽ സ്ലിമ്മും നല്ല കളർഫുൾ ആയിരിക്കും. ഫീമെയിൽ കുറച്ച് തടിച്ച് കുറച്ച് കളർ ഫെയ്ഡായിട്ടുള്ള ഒരു ഫീമെയിൽ ആയിരിക്കും. ഫിഷ് വളരെ ഹാർഡി ആയിട്ടുള്ള ഒരു ഫിഷാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു 28 ഡിഗ്രി വരെ ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിലെ ഓക്സിജനാണ് ഇത് ശ്വസിക്കുന്നത്. നിയോൺ ടെട്ര, അതുപോലെ തന്നെ ബാക്കി ടെട്ര വെറൈറ്റീസിൻ്റെ കൂടെ, അതുപോലെ ഗപ്പി മോളീസ് അങ്ങനത്തെ ഫിഷിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റിയൊരു നല്ലൊരു ഫിഷാണിത്. ഒരുവിധം എല്ലാ വാട്ടർ കണ്ടീഷനിലും ഈ ഒരു ഫിഷ് സർവൈവ് ആവും. ഈ ഫിഷ് മാക്സിമം 1.5 ഇഞ്ചസ് വരെ മാക്സിമം വലുതാവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ ഫിഷിനെ പ്ലാന്റ് ടാങ്കിലും വല്ലാണ്ട് വലുതാവാത്ത ഫിഷ് ആയതുകൊണ്ട് നമുക്ക് പ്ലാന്റ് ടാങ്കിലും ഇടാം. പിന്നെ ഈ ഫിഷ് ചെടികൾ കടിച്ച് നശിപ്പിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. നല്ല ഫാസ്റ്റ് മൂവിങ് ഫിഷസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം ഫിഷിനെ ഇടായിരിക്കും നല്ലത്. ഇത് ഫാസ്റ്റ് മൂവിങ്ങും ആണ്, അതുപോലെ തന്നെ സ്കൂളിങ്ങും ആണ്. മിനിമം ഒരു 8 to 10 ഫിഷെങ്കിലും ഒരു ടാങ്കിൽ കീപ്പ് ചെയ്യാനായിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്ക് ഈ പറയുന്നത് വെച്ചാൽ നിയോൺ ടെട്രയ്ക്കൊക്കെ പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷാണെന്നാണ് പറയുന്നത്. WRGB ലൈറ്റിൻ്റെ അടിയിൽ കിടക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗി കൂടുതൽ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഈ ഫിഷ് നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ എല്ലായിടത്തേക്കും നമുക്ക് ഷിപ്പിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേണ്ടവർ നമ്മളായിട്ട് DM ചെയ്യുക. അപ്പോൾ മറ്റൊരു മീനായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.